ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിന് ഒരു കത്തിരിക്ക എടുത്ത് നാലായിട്ട് മുറിച്ച് ഞാൻ അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് വറുത്ത് കോരിയ ശേഷം നമുക്ക് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം. സാധാരണ മുളകാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ്. അതും അതേ എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 12 ചെറിയ ഉള്ളി. അതും ഇതേ എണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായ മാങ്ങയോ അല്ലെങ്കിൽ പുളിയോ ഉപയോഗിക്കാം. പുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എണ്ണയിൽ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. മാങ്ങയാണെങ്കിൽ ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് വറുത്തതിന് ശേഷം അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്ത് കോരി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ഇടുക. ഇപ്പോൾ എല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് അരയേണ്ട ആവശ്യമില്ല. തരിതരിപ്പായി കിടക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിയാണ് വേണ്ടതെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ടത് കൊണ്ട് ഞാൻ പുളി ഇടുന്നില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് തരിതരിപ്പായി അരച്ചെടുക്കാം. ഞാൻ അങ്ങനെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ലേശം ഉപ്പ് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ബാക്കി എല്ലാം കറക്റ്റായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പപ്പടവും തൈരും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.